കേരളത്തില് പുരുഷന്റെ ശരാശരി ആയുസ് 73, സ്ത്രീക്ക് 80. സമപ്രായക്കാര് കല്യാണം കഴിച്ചാൽ പോലും ഒരു 7 വർഷം ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീക്ക്. ആ സമയത്താണ് പാർട്ട്ണറെങ്കിലും വേണ്ട. ഇനിയിപ്പോ വീഡിയോ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വയസ്സായി കിടക്കുന്ന ഒറ്റയ്ക്ക് ഇവരുടെ മക്കളെങ്കിലും രാജ്യത്തായിരിക്കും, എവിടെയെങ്കിലും ചെറുമക്കളെ ഇപ്പോൾ 5-6 വർഷം കൂടുമ്പോഴേക്കും വരുന്നത്. ഇവരെ സംരക്ഷിക്കാനുള്ള സാമൂഹ്യ പദ്ധതി കാര്യക്ഷമമായിട്ടില്ല. ഇപ്പോൾ ആണുങ്ങൾ കാര്യം പറഞ്ഞവർ പുറത്തു പോകും, മരുമക്കൾ പെൺമക്കളും ചെറുമക്കളുമാണ് ഇവർ, അവരുടെ ജീവിതം മുഴുവൻ. ഇത് ഇപ്പോഴേ കൃത്യമായിട്ട് സാമൂഹ്യ സംവിധാനങ്ങൾ കേരളത്തിൽ ഏർപ്പെടുത്തിയില്ലെങ്കിൽ 10-25 വർഷം കഴിയുമ്പോഴത്തെ കേരളത്തിൽ വലിയ തകർച്ച ഉണ്ടാവും. അവർക്ക് ആരോഗ്യം കൊടുക്കണം, അവരെ സംരക്ഷിക്കണം. പക്ഷെ അതുവഴി ഉണ്ടാകുന്ന കുടുംബത്തിലും സമൂഹത്തിലും സർക്കാരിലും ഉണ്ടാകുന്ന വൃഥച്ചെലവുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്പർ 1 അല്ല അക്കാര്യത്തിൽ. അത്തരം സുരക്ഷാ സംവിധാനം അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ആശുപത്രികളിലേക്ക് ചെല്ലുന്ന സാധാരണക്കാരായ ആളുകളെ ഏതാണ്ട് 40% പേർ ബില്ലടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു സമൂഹത്തിൽ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മാറ്റം? നമ്പർ 1 ആണ് കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ചികിത്സ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ ആത്മഹത്യ ഒരു പരിഹാരമല്ല എന്നുള്ളത് പറഞ്ഞു തന്നെ പോകണം. ആത്മഹത്യ ആരും ചെയ്യരുത് ഒരു കാരണവശാലും. പിന്നെ കേരളം നമ്പർ 1 ആണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കുന്നതാണ്. കേരളം ആരോഗ്യത്തിൽ നമ്പർ 1. അതിനകത്ത് യാഥാർത്ഥ്യം, മിഥ്യ, നമ്മുടെ വെല്ലുവിളികൾ. യാഥാർത്ഥ്യമുണ്ട് അതിനകത്ത്. കേരളം നമ്പർ 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സൂചകങ്ങൾ നമ്മൾ നമ്പർ 1 ആണ്. അപ്പോൾ ഓവറോൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊരു കുട്ടി ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് അവൻ പഠിത്തത്തിൽ മെച്ചമാണ്, സ്പോർട്സിൽ മെച്ചമാണ്, കായിക പരിപാടികൾക്ക് മെച്ചമാണ്. അതിൻ്റെ അർത്ഥം അവൻ എല്ലാ വിഷയത്തിലും ക്ലാസ്സിൽ നമ്പർ 1 എന്നല്ല. ചിലപ്പോൾ അവൻ ഹിന്ദിക്ക് ചിലപ്പോൾ കഷ്ടി പാസ്സായവനായിരിക്കും, പക്ഷെ അവനാണ് എല്ലാം കൊണ്ട്. അപ്പോൾ അത് കേരളം അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യരംഗത്ത് ഓവറോൾ കേരളം മെച്ചമാണ്. ചില ഇൻഡിസസ്, ചില സൂചകങ്ങൾ വളരെ മെച്ചമാണെന്ന് മാത്രമല്ല വികസിച്ച നാടുകളുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. അങ്ങനൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് പക്ഷേ 1913 പോലും ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയിട്ട് തിരുവിതാംകൂർ രാജ്യത്ത് അന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ചില ഘടകങ്ങൾ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആരോഗ്യം നമ്പർ 1 ആകുന്നതിന് ചില കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ. അതിനകത്ത് നമ്മുടെ ജലലഭ്യത, അത് ഏതെങ്കിലും സർക്കാർ ഉത്തരവ് കാരണമല്ല 42 നദികൾ കേരളത്തിലേക്ക് ഒഴുകാൻ തീരുമാനിച്ചത്. നമുക്ക് കുടിക്കാനും കുളിക്കാനും കൃഷിക്കും വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും മാലിന്യം അതൊക്കെ മറ്റു വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇതുണ്ട്. പിന്നെ പഴയ ഭരണാധികാരികൾ രാജഭരണകാലത്ത് പോലും ഈ നമ്മുടെ അച്ചുകുത്തെന്നൊക്കെ പറയുന്ന വസൂരിക്കൈകളുടെ കുത്തിവെപ്പ് ജനങ്ങൾ ഭയന്ന് നിന്നപ്പോൾ രാജകുടുംബാംഗങ്ങൾ വന്നു നിന്നിട്ട് ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അഡ്വക്കസി ഹൈ ലെവലിൽ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യം വന്നതിന് ശേഷമുള്ള ഒരു ആരോഗ്യ പുരോഗതി അല്ല, ഇത് പണ്ടേ ഉണ്ട്. ഒരു ബേസ് ഉണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി സ്ഥാപിച്ച ആശുപത്രികളാണെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കണം, നമുക്ക് ഉപയോഗപ്പെട്ടു, അവർക്ക് വേണ്ടി ചെയ്താണെങ്കിൽ പോലും. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം വളരെ നേരത്തെ കേരളത്തിൽ വരാനുള്ള സൗകര്യങ്ങളുണ്ടായി. മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാക്ഷരത, അതിനകത്ത് ഗവൺമെൻറ്റുകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എവിടെ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉണ്ട് അവിടെ ആരോഗ്യം ഏറ്റവും മെച്ചപ്പെട്ടായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരത. പിന്നെ ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾ. പിന്നെ ഈ ചെറിയ ഫാമിലി സൈസായപ്പോൾ ഓരോരുത്തരുടെ ആരോഗ്യം പ്രധാനമാണെന്നുള്ള ധാരണ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്ക് പനി വന്നാൽ നമ്മൾ നേരെ പീഡിയാട്രീഷ്യൻ അന്വേഷിക്കുന്നത്. അപ്പോൾ ആ ഒരു രോഗദുരിതം ഉള്ളപ്പോൾ തന്നെയും ഈ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയും, അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഒരു പ്രധാനപ്പെട്ട റോൾ. ഇപ്പോൾ സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുന്ന കൗതുകം നിറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം സംഗീതജ്ഞൻ മാത്രമല്ല, പ്ലാനറ്റോറിയം തുടങ്ങിയത് അദ്ദേഹമാണ്. പബ്ലിക് സ്കൂള്, ഇംഗ്ലീഷ് സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങിയത് അദ്ദേഹമാണ്. അത് ആ ഒരു കാഴ്ചപ്പാട് കൂടി നേരത്തെ തന്നെ നമ്മുടെ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. മാത്രം നമ്മൾ വിട്ടുപോകാവുന്നൊരു സാധനമുണ്ട്, പലപ്പോഴും പലരും പറയും വിട്ടുപോകും. നമ്മുടെ ഇവിടുത്തെ മിഷണറി അവർ വന്നതിൻ്റെ ഉദ്ദേശങ്ങൾ പലതായിരിക്കാം, പക്ഷേ അവർ സ്ഥാപിച്ച ക്ലിനിക്കുകളും, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ നൺസ് നടത്തുന്ന ക്ലിനിക്കിലാണ് കൊണ്ടുപോകുന്നത്, ഡോക്ടർ ചിലപ്പോൾ. അപ്പോൾ അതുവഴി ഉണ്ടായ നഴ്സിംഗ് സ്ഥാപനങ്ങളുണ്ട്. കേരളം മുഴുവൻ നഴ്സസ് ഉണ്ടായി. നമ്മൾ ഈ നഴ്സുമാരെ മറ്റു രാജ്യങ്ങളിൽ പോകാൻ പറ്റിയും അവർ കൊണ്ടുവരുന്ന ഇൻഫർമേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് കേരള ആരോഗ്യരംഗത്ത് നമ്പർ ഉണ്ടായത്. ഈ പറയുമ്പോൾ അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. ആരോഗ്യ വിദ്യാഭ്യാസവും സത്യത്തിൽ നമ്മൾ മിഷണന്മാരോട് വലിയ തോതിൽ കടപ്പെട്ടിരിക്കുന്നു. എല്ലാം ഇതിനകത്ത് പ്രകൃതി തൊട്ട് തുടങ്ങണം. കാരണം 42 നദികളില്ലായിരുന്നു ചിലപ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്നതിൽ ഇങ്ങനെയും കുറേ ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ട് ഇനി ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ്, രാഷ്ട്രീയ വ്യത്യാസമില്ല, ഏതെങ്കിലും ഗവൺമെൻറ് ഞങ്ങൾ ഒന്നുകൂടി നമ്പർ 1 ആയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അച്ചീവ് ചെയ്ത് അവിടെ ആയിരിക്കും. അതെങ്ങനെയാണെന്നറിയാം, നമ്മൾ 10ാം ക്ലാസ്സിലെ ടീച്ചർ പറയുകയാണ് അവൻ സ്കൂളിൽ SSLC ഫസ്റ്റ് റാങ്ക്, ഞാനാ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന പോലെ. ഇത് LKG തൊട്ട് പഠിപ്പിച്ച അധ്യാപകരുണ്ട്,
സൃഷ്ടിച്ച് വളർത്തിയ രക്ഷകർത്താക്കളുണ്ട്, കൂടെ പഠിച്ച കൂട്ടുകാരുണ്ട്, എല്ലാം കൂടെ ചേർത്ത് ബെസ്റ്റ് റാങ്ക് ആയിരുന്നാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കാൻ പോലും ഉള്ള ഒരു ബോധവും ആർജവും ഉണ്ടല്ലോ. അപ്പൊ അതൊരു നാട് നേരത്തെ നേടിയതാണ്. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരാള്. അപ്പോൾ അല്ലെങ്കിൽ റിലേ ഓടുമ്പോൾ അവസാനം ഓടിയവൻ്റെ കഴിവാന്ന് പറഞ്ഞ് നടക്കുന്നത്. 4 പേര് ഓടിയാലേ ഒരു ദിവസം 4ാമത്തെ സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എന്നെ കാണേണ്ടത്. ഒരു ആരെ എക്സ്ക്ലൂഡ് ചെയ്തത്, ഇൻക്ലൂസീവ്. നമ്പർ 1 എന്ന് പറയുമ്പോൾ സാർ എന്തൊക്കെ ഈ പാരാമീറ്റേഴ്സ്? നല്ല ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു നാട് ഏറ്റവും നല്ല ആരോഗ്യമുള്ള നാടെന്ന് പറയുന്നത് ചില സൂചകങ്ങൾ. ഒന്ന്, മാതൃമരണ നിരക്ക്. അപ്പൊ അമ്മമാര് എത്ര പേര് മരിക്കുന്നുള്ള പ്രസവത്തിലൊക്കെ, അപ്പൊ അത് കേരളത്തിൽ ഏറ്റവും കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. ശിശുമരണ നിരക്ക് അതും വളരെ കുറവാണ്. അത് ഒരുപാട് വർഷം കൊണ്ട് കുറഞ്ഞു വന്നതാണ്. പിന്നെ ആയുർദൈർഘ്യം, എത്ര വയസ്സ് ജീവിച്ചു. അപ്പോൾ ഇത് യാഥാർത്ഥ്യം പറയുമ്പോൾ തന്നെ മറുവശത്തേക്ക് ഞാൻ വരാം. ഇതെല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ പിന്നെ വാക്സിനേഷൻ കവറേജ് മറ്റ് സംസ്ഥാനങ്ങൾ കുറച്ച് ഇപ്പോൾ അത് കുറയുന്നുണ്ട് കേരളത്തിൽ. ഇന്ത്യയിൽ മാത്രമല്ല സാർ, ഒരു വേൾഡ് ലെവൽ എന്ന് പറയുമ്പോൾ കേരളം തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ചിലത് മറ്റ് വികസിച്ച നാടുകളോട് തുലനം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശിശുമരണ നിരക്ക് വളരെ കുറവാണ്. പിന്നെ ആയുർദൈർഘ്യം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആയുർദൈർഘ്യം ഏതാണ്ട് 80 വയസ്സാണ്. അമേരിക്കയിൽ 80 വയസ്സാണ്. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. ഞാൻ അമേരിക്കയിൽ ജീവിച്ച ആളാണ്. 80 പേരൊക്കെ അവിടെ കാർ ഓടിച്ച് നടക്കുകയാണ്. നമ്മുടെ ഇവിടെ 80 അമ്മമാർ, എൻ്റെ അമ്മ ഉൾപ്പെടെ ഒരു ഭാരമാണ്. അവർ കിടപ്പായിരുന്നു. അവർക്ക് ആരെങ്കിലും വേണം, അവർക്ക് തന്നെ ജീവിതത്തിൽ താല്പര്യം പോയി, ഒന്നും ചെയ്യാനില്ല. എൻ്റെ അമ്മയോട് ഞാൻ അമേരിക്കയിൽ നിന്നിട്ട് അമ്മ നടക്കുക എന്ന് പറഞ്ഞ റോഡിലിറങ്ങി. നടന്ന് 3-ാം ദിവസം ഓടയിൽ വീണുപോയി. കാരണം ഒരു സ്ലാബില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് നടക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വൃദ്ധസൗഹൃദമേ അല്ല നമ്മുടെ സമൂഹം. നമ്മൾ ആളുടെ തല എണ്ണിയിട്ടാണ് 80 പേര് അമേരിക്കയെ പോലെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം വളരെ മോശമാണ്. ചിലയിടത്തൊക്കെ മെച്ചമാണെങ്കിൽ, പക്ഷെ പൊതുവെ പാവപ്പെട്ടവരായി ആലോചിച്ച് നോക്കും. എനിക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അയാളുടെ അമ്മായിയമ്മയുടെ അമ്മ വായരത്തെങ്കിലും കിടക്കുകയാണ്. ഇവർ 3-4 പേര് ജോലി ചെയ്യുന്ന ജോലി മുഴുവൻ ഇടയ്ക്ക് ഒരു 3 മാസം കൂടി പ്രൈവറ്റ് ആശുപത്രി കൊണ്ടു കൊടുക്കും. പിന്നെ കടം വാങ്ങല. അവർക്ക് ഓർമ്മയേ ഇല്ല. അവർ ജീവിതം ത്യജിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടേക്ക് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഞാൻ പറയാം. അപ്പോൾ സ്ത്രീകളുടെ ആയുർദൈർഘ്യം അമേരിക്ക തുല്യാന്ന് പറയും. പക്ഷെ അവരുടെ ജീവിത നിലവാരം അമേരിക്കയുടെ ആ ഭാഗത്തേക്ക് എടുക്കുന്നില്ല. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ 5-6 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് മെഡിക്കൽ കോളേജുകൾ നടത്താനുള്ള ഒരു അനുവാദം കിട്ടിയതോടുകൂടി ധാരാളമായി സ്വാശ്രയ മെഡിക്കൽ കോളേജ് വരുന്നു. ധാരാളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു. പണ്ട് കാശുള്ളവൻ റഷ്യയിലേക്കോ അല്ലെങ്കിൽ ചൈനയിലേക്കോ വിട്ടിട്ട് MBBS എടുക്കും. പക്ഷേ അവന് അത്ര വിശ്വാസത്തോടെ അല്ല ആളുകൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ധാരാളം മെഡിക്കൽ കോളേജുകൾ, ധാരാളം സ്റ്റുഡൻസ്, ധാരാളം ഡോക്ടേഴ്സ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ഡോക്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ഹോസ്പിറ്റലുകളില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ഹോസ്പിറ്റലുകൾ ഈ ഡോക്ടേഴ്സിന് ടാർഗറ്റ് നിശ്ചയിക്കും. സ്വാഭാവികമായിട്ട് ഒരു ചെറിയ അസുഖമായിട്ട് ചെല്ലുന്നതിനെ പിഴിഞ്ഞെടുക്കുന്നു. അങ്ങനെയൊക്കെ കേൾക്കുന്നു. അതിൽ വാസ്തവം ഉണ്ടാവും. ദുഷ്പ്രവണതകൾ ഉണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. അത് വളരുകയുമാണ്. ഇതിനകത്ത് ചോദിച്ചൊരു കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ പാസ്സാകുമ്പോൾ, ഞാനൊക്കെ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ കേരളത്തിൽ 4 മെഡിക്കൽ കോളേജാണ്. 5ാമത്തെ തൃശ്ശൂർ വന്നതൊക്കെ തന്നെ വലിയ സമരത്തിനൊക്കെ കാരണം 1990 ഞാൻ പാസ്സാകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ് വേണമെന്ന് ഇതുവരെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടില്ല. ഒരാൾ മെഡിക്കൽ കോളേജ് തുടങ്ങാമെന്ന് പറയുമ്പോൾ അന്നാ നീ തുടങ്ങിക്കോ, അവന് ദേഷ്യമായിട്ട് ചിലപ്പോൾ തുടങ്ങണ്ടെന്ന് പറയും. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു കൃത്യമായ കണക്കെടുപ്പ് കേരളത്തിൽ വന്നിട്ടേ ഇല്ല. ഇപ്പോൾ അമേരിക്ക പോലുള്ള വികസിച്ച നാടുകളിൽ ചില വർഷങ്ങളിൽ ചില കോളേജിലെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കും. അവർക്ക് അടുത്ത ഇത്ര വർഷത്തേക്ക് അവിടെ നിന്ന് എത്ര പേര് പാസ്സാവും, വെളിയിൽ നിന്ന് എത്ര പേര് വരും, അവരുടെ നീഡ് അസസ്മെൻ്റ് ഉണ്ട്. ലോകാരോഗ്യ സംഘടന പറയുന്ന 1000 മനുഷ്യർക്ക് ഒരു ഡോക്ടർ വേണം. ആ കണക്ക് തന്നെ കൃത്യമാണോ നമുക്കുണ്ട് പഴയത്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ 400 പേർക്ക് ഒരാളുണ്ട്. ഇതിൻ്റെ അർത്ഥം എല്ലായിടത്തും ചികിത്സ കിട്ടുന്നില്ല. ഡോക്ടർമാർ കിട്ടാത്ത നാടുകൾ കേരളത്തിലുമുണ്ട്. ഇന്ത്യയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 60% ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും 70% ഡോക്ടർമാർ നഗരത്തിലാണ്. അപ്പോൾ തന്നെ അവിടെ മിസ്മാച്ചായി. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. എണ്ണം എടുക്കുമ്പോഴാണ് ഉള്ളത്, നമുക്ക് ശരാശരി എടുക്കും. പക്ഷേ യഥാർത്ഥ നീടുള്ള പാവപ്പെട്ട ഗ്രാമത്തിൽ, കുഗ്രാമത്തിൽ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതാണ് കൂടുതൽ ഇപ്പോഴും. അപ്പോൾ അതുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജുകൾ എത്ര എണ്ണം വേണമെന്നുള്ളതിനൊരു അസസ്മെൻ്റ് ഇല്ലാതെയാണ് നമ്മൾ ഗവൺമെൻറ്റുകൾ അങ്ങനത്തെ 5 കോളേജും കൂടെ കൊടുക്കുക, മറ്റേ ഗവൺമെൻറ് കൊടുക്കും, നമ്മളും കൂടി 2. ഇത് പാടില്ല. അപ്പോൾ അതിനകത്തൊരു അസസ്മെൻറ്റ്, കൃത്യമായ അസസ്മെൻറ്റും ഇതും വേണം. പിന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഇന്ത്യക്ക് പുറത്തുമുണ്ട്, ഇന്ത്യക്ക് അകത്തുമുണ്ട്. ഞാൻ അടുത്ത കാലത്തൊക്കെ കുറേ നാളായിട്ട് ശ്രദ്ധിക്കൊണ്ട് മനസ്സിലാകുന്നത്, വിദേശത്ത് മോശം ക്വാളിറ്റിയുള്ള മെഡിക്കൽ കോളേജുകൾ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ മോശം ക്വാളിറ്റിയുള്ള കോളേജുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും മെഡിക്കൽ കോളേജ് കൂടുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ അധ്യാപകർ, അനധ്യാപകർ, ഇങ്ങനത്തെ ഒരുപാട് പേര് നമ്മൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടുന്നതിനെ കൊണ്ട് പണി ചെയ്യിക്കേണ്ടി വരും. ആ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ മെഡിക്കൽ രംഗത്ത് നിലവാരം പാടെ തറന്നു ഞാൻ പറയില്ല, സ്വകാര്യ മേഖല മോശമൊന്നും പറയില്ല. പല യൂണിവേഴ്സിറ്റി റാങ്കുകളും
സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കേരളത്തിലും വരുന്നുണ്ട്. എന്തായാലും ഈ ദുരിതം പിടിച്ച മനുഷ്യരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് അവരെ സേവിക്കുക എന്നൊരു മനസ്സോടുകൂടി അല്ലല്ലോ പുതിയ തലമുറ. സാറൊന്നും വന്ന കാലത്തെ ഒരു ജനറേഷൻ അല്ലല്ലോ ഇപ്പോൾ മെഡിക്കൽ രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാട്ടിൻപുറത്ത് ഒരു ഡോക്ടർ, ചിറയൻകീഴിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്ന കാലമല്ല, ചിറയൻകീഴിലെ എല്ലാ വീട്ടിലും 2 ഡോക്ടർമാരുള്ള കാലമാണ്. ഈ ഒരു പ്രവണത, ഒരു ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ പ്രൊഡക്ഷൻ ഓഫ് ഡോക്ടേഴ്സ്, അത് എങ്ങോട്ടായിരിക്കും നമ്മൾ നയിക്കുക? ഓവർ സാച്ചുറേഷൻ എവിടെയായാലും വ്യവസായ കുതന്ത്രങ്ങൾക്ക് കാരണമാകും. മാർക്കറ്റ് നമ്മളിപ്പോൾ ഒരേ ജംഗ്ഷനിൽ 4 പിന്നെ ഒരേ സാധനം വിൽക്കുന്ന കടയുണ്ടെങ്കിൽ അതിൽ ഒരാൾ കച്ചവടം കൂട്ടാനായിട്ട് അയാൾ തന്ത്രങ്ങൾ കുതന്ത്രങ്ങളൊക്കെ വരും. അത് വ്യാപകമാണ്. അതിനകത്ത് അത് നമ്മൾ സംഭവിച്ചു പോയി കഴിഞ്ഞു. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് വളരുകയാണ്. ചികിത്സയിലെ കമ്മീഷനും 30 വർഷം മുമ്പ് സ്കാൻ കമ്മീഷനെതിരെ ഞാനൊക്കെ IMA വഴി യുദ്ധം നടത്തി അതൊക്കെ പരാജയപ്പെട്ടു. പിൽക്കാലത്ത് പരാജയപ്പെട്ടു. ഇപ്പോൾ അത് ജനകീയ വ്യാപകമായി. ഇപ്പോൾ അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിപ്പോയി. അത് തീർച്ചയായിട്ടും ഇടപെടേണ്ട വിഷയമാണത്. അത് മെഡിക്കൽ രംഗത്ത് നിന്നും വരേണ്ടതാണ്, ഗവൺമെന്റ് ഭാഗത്തും പൊതുജനങ്ങളുടെ നിന്നും വരേണ്ടതാണ്. വൻകിട ആശുപത്രികളിലൊക്കെ അങ്ങനെ കേൾക്കുന്നു സർ, ഇത് കമ്മീഷനാണെന്ന്. കമ്മീഷനെ കൊണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുക, ഒരാൾ യഥാർത്ഥത്തിൽ ഡോക്ടർ MRI സ്കാൻ എഴുതാൻ പറഞ്ഞാൽ രോഗിക്ക് സംശയമാണ്. എനിക്ക് വരാറുണ്ട്, ഡോക്ടറെ അമ്മ കിടക്കുകയാണ്, ഡോക്ടർ MRI എഴുതാൻ പറഞ്ഞു. ഞാൻ പിന്നെ ആ ഡോക്ടറെ വിളിക്കും, പറയും ഡോക്ടറെ അത്യാവശ്യമാണെന്ന് പറയും. അപ്പോൾ വിശ്വാസ്യത നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം മെഡിക്കൽ സമൂഹത്തിന്. അത് ഈ ദുഷ്പ്രവണത കൊണ്ട് നമുക്ക് ഇതാണ്, ഒരു ജംഗ്ഷനിൽ ഒരു കട ആവശ്യമുണ്ട്, 4 കട വന്നു കഴിഞ്ഞാൽ എല്ലാ ദുഷ്പ്രവണതകളും അതിനകത്ത് വരും. അത് സംഭവിക്കുന്നു. അപ്പോൾ കണക്കെടുപ്പില്ലാതെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒഴിഞ്ഞു മാറുന്ന ഒരു കാര്യമുണ്ട്. മെഡിക്കൽ അഡ്മിഷൻ ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ ഇങ്ങനെയല്ല വേണ്ടത്. ഒരു പ്രവേശന പരീക്ഷ 2-3 മണിക്കൂർ എഴുതുന്ന പ്രവേശന പരീക്ഷയിൽ അയാളെ ടെസ്റ്റ് ചെയ്യുന്ന മെമ്മറി മാത്രം, ഓർമ്മശക്തി മാത്രമാണ്. മിടുക്കനായിരിക്കും, പക്ഷെ ഇയാളുടെ സാമൂഹ്യ അയാളുടെ പ്രതിബദ്ധതയോ ബോധമോ ഒന്നും ആരും അളക്കുന്നില്ല. എനിക്കറിയാം, എൻ്റെ ക്ലാസ്സിൽ പോലും ഡോക്ടറായി അല്ലെങ്കിൽ എൻ്റെ സമയത്തും ഡോക്ടറായി ആകാൻ പാടില്ലാത്തവൻ വന്നിട്ടുണ്ട്. എൻട്രൻസ് മാർക്കാണ്. അയാൾ മോശക്കാരനല്ല. ഞങ്ങളുടെ ക്ലാസ് അവിടെ നിന്ന് പഠനം ഉപേക്ഷിച്ച് പോയിട്ടാൾ പിന്നെ ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ടുണ്ട്. അയാൾ വന്നാൽ പഠിക്കില്ല, അന്ന് വീട്ടുകാർ വീണ്ടും പിടിച്ചുണ്ടാക്കും. അപ്പോൾ ബാഹ്യസമ്മർദ്ദങ്ങൾ കാരണം ഡോക്ടറാകുന്നവരുണ്ട്, ഇതിനകത്ത് സാമ്പത്തികം വെച്ചുകൊണ്ടാവുന്ന പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ US ജീവിക്കുമ്പോൾ അവിടെ അറിയാം, അവിടെ മെഡിക്കൽ വിദ്യാർത്ഥിയാകണമെങ്കിൽ തന്നെ എനിക്ക് ഇൻറ്റേൺഷിപ്പിന് വരാറുണ്ട് അമേരിക്കയിൽ നിന്ന് കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്. അവരുടെ മാർക്ക് മാത്രമേ ഉള്ളൂ, മാർക്ക് ഘടകമാണ്. പക്ഷെ അവർ കൂടുതൽ നോക്കുന്നത് ഇന്ത്യയിൽ ആഫ്രിക്കയിലോട്ട് പോയിട്ട് അവർ എന്ത് സാമൂഹ്യ സേവനം ഇൻറ്റേൺഷിപ്പ് ചെയ്തു, സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ എന്തൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു എന്നാണ് നോക്കുന്നത്. ഇത് മറ്റാരോട് സഹകരിക്കാതെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ ക്യാമ്പസുകൾ അടച്ചിട്ട് ബ്രോയിലർ കോഴിയെ പോലെ പരീക്ഷ വിഷയങ്ങൾ മാത്രം, അവൻ്റെ വീട്ടിൽ അവൻ എന്ത് സംഭവിക്കുന്ന അറിയില്ല, സഹോദരങ്ങൾക്ക് സംഭവിക്കുന്നില്ല, അപ്പൂപ്പനെന്തോ ഇതൊന്നും അറിയാതെ പഠിക്കുന്നവനാണ് എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നത്. വീട്ടിലെ നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് വരുന്നവൻ ഡോക്ടറാകാൻ പറ്റൂലേ? അതുണ്ട്. അമേരിക്കൻ സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, മലയാളി ഒറിജിനാണ്, പക്ഷേ ആ കുട്ടി അവിടെ വളർന്നതാണ്. അതിനോട് ചോദിച്ചപ്പോൾ പറയുന്നത്, ഫസ്റ്റ് ഇയറിൽ ഒരു അസൈൻമെൻറ്റ് 6 ആഴ്ചയുള്ള പൂച്ചക്കുട്ടിയെ കൊടുത്തിരിക്കുകയാണ്, ഈ കുട്ടിക്ക് വേറൊരു കുട്ടിയും കൂടെ. പൂച്ച 6 മാസമാക്കി കൊടുക്കുന്നതാണ് ഒരു അസൈൻമെൻറ്റ്. പൂച്ച അത്രയും മാർക്ക് പോകും. എന്നിട്ടപ്പം അവിടെ പഠിപ്പിക്കുന്നത് ഈ നമ്മുടെ എമ്പതിയാണ്, ഒരു ജീവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൻ്റെ. ഇത് ഡോക്ടർമാരാരും മോശമെന്ന് പറയുകയല്ല, ഡോക്ടർമാരെ ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരൊക്കെ വരുന്നവരാണ്. പക്ഷേ ഇതിനകത്ത് താല്പര്യമില്ലാത്തവരും വന്നു വിടുന്നുണ്ട്, സഹാനുഭൂതി ഒരു സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവർ വരുന്നുണ്ട്. അവൻ്റെ കുറ്റമല്ല, അവൻ ചിലപ്പോൾ IT എഞ്ചിനീയറായി അവൻ ആ പണി നന്നായിട്ട് ചെയ്തേനെ. മനുഷ്യരോട് കൈകാര്യം ചെയ്ത് മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മനുഷ്യരായിട്ട് അനുതാപത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവർ മാത്രമേ ഫീൽഡ് വരാൻ പറ്റുള്ളൂ. അതിന് യാതൊരു പരിശോധനയില്ല. സാർ, ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പം വളരെയധികം മെച്ചപ്പെട്ടു സർക്കാരിൻ്റെ തലത്തിൽ. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആയിക്കോട്ടെ, ഫാമിലി ഹെൽത്ത് സെൻ്റർ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോഴും സർക്കാർ തലത്തിൽ മെഡിക്കൽ കോളേജുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന ചില ജില്ലകളുണ്ട്. ഉദാഹരണത്തിന് വയനാട്, പത്തനംതിട്ട കോന്നിയിൽ ആരംഭിച്ചു എന്ന് പറയുന്നു. അതിന് വിദ്യാർത്ഥികൾ പഠിച്ചു തുടങ്ങി. വയനാട്ടിൽ എത്രയോ കാലമായിട്ട് സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു എന്ന് സർക്കാർ പറയുന്നതല്ലാതെ അവിടെ വേണ്ടത്ര ഫെസിലിറ്റികൾ ഒരുക്കാനോ അല്ലെ ഡോക്ടേഴ്സിനെ നിയോഗിക്കാനോ അതിനൊന്നും. ഇത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും നല്ല ചികിത്സ കിട്ടാനായിട്ട് മെഡിക്കൽ കോളേജ് അല്ല തുടങ്ങേണ്ടത്. അവിടെ ടെർഷ്യറി കെയർ ആശുപത്രി, ശ്രീചിത്ര മെഡിക്കൽ കോളേജാണോ, എല്ലാം അവിടെ LRCC മെഡിക്കൽ കോളേജാണോ? നമുക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന മെച്ചപ്പെട്ട സ്ഥാപനം തുടങ്ങിയാൽ മതി. ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാം. ഇതിപ്പോൾ സാധാരണ ജനം വിചാരിക്കുന്ന മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ നമ്മുടെ ജില്ല നന്നാവുമെന്നാണ്. മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ജനസംഖ്യയുള്ള ചില പ്രദേശങ്ങളിൽ മെഡിക്കൽ കോളേജ് വെച്ചിട്ട് എന്തുണ്ടാകാനാണ്? അവിടെ സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാവണമെങ്കിൽ അവിടെ ആശുപത്രി കിട്ടിയാൽ മതി.
മെഡിക്കൽ കോളേജ് അധിക ബാധ്യതയാണ്. ഇത്ര അധ്യാപകർ വേണം, വിദ്യാർത്ഥികൾക്ക് രോഗികളെ പരിശോധിക്കണം, മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ വേണം. അതാണ് ഞാൻ പറയൂ, ഇത്ര ഡോക്ടർമാർ വേണോ, ഇത്ര മെഡിക്കൽ സ്റ്റുഡൻസ് വേണോ ഒരു കണക്കില്ലാത്തതിൻ്റെ കൂടാതെ എല്ലാ ജില്ലയും ഞങ്ങളും ചെയ്തു, അല്ല MLA ആവശ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജില്ലയിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. ഇത് അങ്ങനെയല്ല. ഒരു മാവേലിശ്വർ കൊണ്ടുവരുന്ന ലാഘവത്തോടെ എടുക്കരുത് മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നത്. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ട് അതിന് അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ പറ്റില്ല. മോശം ക്വാളിറ്റി ഡോക്ടർമാരുണ്ടാവും, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ നമ്മൾ സൃഷ്ടിക്കും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളല്ല ഇനി വേണ്ടത്. മെഡിക്കൽ കോളേജുകളുടെ കണക്കെടുപ്പ് നടത്തും, ഇത്രയും വേണ്ടി കുറയ്ക്കണം, സീറ്റ് കുറയ്ക്കണം, കോളേജ് വേണ്ടാന്ന് വെക്കണം. മറുവശത്ത് ഈ ഉള്ള കോളേജുകൾ നന്നായി പ്രവർത്തിക്കുന്ന ഉറപ്പുവരുത്തണം. ഇനി ഇതെല്ലാം കൂടാതെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടാനായിട്ട് നല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള ചികിത്സാ സ്ഥാപനങ്ങളാണ് വേണ്ടത്. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. RCC മെഡിക്കൽ കോളേജിലല്ലോ, ശ്രീധര മെഡിക്കൽ കോളേജിലല്ലോ, അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ആകാം. കാരണം അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് വരുന്ന ഡോക്ടർമാരാണ്, അവരെ സേവനം ഉപയോഗിക്കുക. ഈ കേരളത്തിൽ തുടങ്ങിയ പല മെഡിക്കൽ കോളേജിലും ഭാവിയിലെങ്കിലും കൺവേർട്ട് ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ. അവിടെ PG പഠനമാകും, സേവനത്തിന് ഡോക്ടർമാരെ കിട്ടും. ഈ പിള്ളേരെല്ലാം കൊണ്ട് അവിടെ ഇട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. സാർ ഡോക്ടർ ബി ഇക്ബാലിനെ പോലുള്ളവർ നമ്മൾ വളരെ അറിയപ്പെടുന്ന സാറും ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. സാർ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയിരുന്നു, രാഷ്ട്രീയ MLA അല്ലെങ്കിൽ മന്ത്രി അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാറിനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ല, മനസ്സിൽ ആഗ്രഹങ്ങൾ, അതെന്തായിരിക്കും നമുക്ക് ആരോഗ്യരംഗത്തേക്ക്? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചർച്ചകളിൽ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയം പൊതുജനാരോഗ്യമാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ പഠനത്തിൽ തന്നെ പൊതുജനാരോഗ്യത്തിൽ ഊന്നിയതായിരിക്കണം. ഞാൻ പിന്നെ പൊതുജനാരോഗ്യത്തിൽ സ്പെഷ്യലൈസ് ആണ്, എൻ്റെ PhD പൊതുജനാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ നമ്മൾ ഗാന്ധി പറയുന്നല്ലോ, നമ്മൾ ഒരു കാര്യം കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ആളെ എങ്ങനെ ബാധിക്കും നോക്കണം. അപ്പോൾ ഗ്ലോബലി അങ്ങനെ നമ്മൾ പറയുന്നത് കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഒഴിവാക്കുക എന്നുള്ള, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയും. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ പണ്ട് 2000 എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തൊക്കെ കൂട്ടുകാരിയോ എല്ലാം പിന്നെ ഇങ്ങനെ നടക്കുമെന്നാണ്. അതല്ല ആരോഗ്യം എന്ന് പറയുന്നത്. അതുപോലെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയുള്ളവനും അവൻ്റെ പോക്കറ്റിൽ നിന്ന് താങ്ങാനാവാത്ത പൈസ ചിലവാകാതെ അവൻ അർഹിക്കുന്ന ആരോഗ്യം കിട്ടണം. ഇതാണ് കേരളത്തിലൂടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറഞ്ഞാൽ. അതാണ് വേണ്ടത്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എല്ലാ ജില്ലയിലും ആശുപത്രി മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതല്ല. എല്ലാ മനുഷ്യർക്കും, അവൻ ധനികരായിരിക്കാം, അവൻ ചിലപ്പോൾ വലിയ ആശുപത്രി പോയി ചികിത്സിക്കും. പാവപ്പെട്ട നിർധനൻ, പോവർട്ടി ലൈൻ താഴെയുള്ളവന് അവനും അതേ ചികിത്സ കിട്ടണം. ചിലപ്പോൾ ചെറിയ കാര്യത്തിലൊക്കെ അവൻ വണ്ടിക്കൂലിയൊക്കെ അവൻ്റെ ചിലവാകും, ചില കാര്യങ്ങൾ വരും, പക്ഷെ അത് അവൻ്റെ പോക്കറ്റിൽ കൊള്ളുന്നതായിരിക്കണം. ഇതാണ് ഇത്ര സിമ്പിളാണ്. എന്തായാലും പുതിയ തത്വങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അതെ, നമ്പർ 1 ആണെന്ന ക്ലെയിമിനോട് സാർ അതിൻ്റെ ഒരു റിയാലിറ്റിയും കൂടി ചേർത്ത്, ഒപ്പം നമ്മൾ അവശേഷിക്കുന്ന കുറേ ചലഞ്ചസും അത് കൃത്യമായിട്ട് ആധികാരികമായിട്ട് സാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചില വിട്ടുപോയിട്ട് ഇപ്പൊ പറയാനുള്ളത്, ഇതിനകത്ത് ഈ മിത്തുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെ വിചാരം ഞാൻ പറയില്ല, എൻ്റെ മോൻ സ്കൂൾ ഫസ്റ്റാ, അതുകൊണ്ട് അവൻ എല്ലാ വിഷയത്തിനും ഫസ്റ്റാന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. അവന് മോശം വിഷയങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം. നമ്മൾ ശിശുമരുന്ന് നിരക്ക്, മാതൃമരുന്ന് നിരക്ക്, ആയുർദൈർഘ്യം, ഇതിൽ നമ്മൾ വളരെ മുന്നിലാണ്. വാക്സിനേഷൻ കവറേജ് അതിനകത്ത് ഇപ്പോൾ താഴോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ബീഹാറുകാരനോട് പറയാൻ പറ്റില്ല, ഡേ മാനസികാരോഗ്യത്തിൽ നമ്മളത് കണ്ടുപിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിലാണ്. അതാ സംഭവിച്ചു വേണം, നമുക്കറിയാം. എൻ്റെ അന്വേഷണങ്ങൾ വേറെ വേണം. ആത്മഹത്യ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്, നാഷണൽ ആവറേജിനേക്കാൾ കൂടുതൽ. അത് മധ്യപ്രദേശോട് പറയാൻ പറ്റില്ല. നീ എല്ലാം കണ്ടുപിടിക്കുന്നത് ആത്മഹത്യകൾ നമ്മൾ കണ്ടുപിടിക്കുക, അത് നടക്കുന്ന കാര്യമല്ല. റോഡ് അപകടങ്ങൾ, ഇത്രയും സാക്ഷരതായിട്ട് നാട്ടിൽ ഇത്രയും റോഡ്, ഒരു വർഷം 4000 പേര് റോഡ് അപകടത്തിൽ മരിച്ചു പോകുന്നത്. അപ്പോൾ അത് മാതൃകയല്ല. അപ്പോൾ ഇതിനൊക്കെ ഇൻ്റർവെൻഷൻ വേണം. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം, വാർദ്ധക്യം വന്നിട്ട് മനുഷ്യരെ അവർക്കും സ്വൈര്യതയില്ല, അവരെ നോക്കാൻ സംവിധാനമില്ല. പ്രത്യേകിച്ച് വാർദ്ധക്യം വന്ന സ്ത്രീകൾ. അത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ പുരുഷൻ്റെ ശരാശരി ആയുസ് 73ആണ്, സ്ത്രീക്ക് 80ആണ്. സമപ്രായക്കാർ കല്യാണം കഴിച്ചാൽ പോലും ഒരു 7 വർഷം ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീക്ക്. ആ സമയത്താണ് പാർട്ട്ണറെങ്കിലും വേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു 5 വയസ്സിന് താഴെ ആയിരിക്കും എപ്പോഴും പെൺകുട്ടി, അല്ലെങ്കിൽ പുരുഷൻ 5 വയസ്സിന് താഴെ ആയിരിക്കില്ല. അപ്പോൾ ഒരു 10-12 വർഷം ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഒരു ദമ്പതി അല്ലെങ്കിൽ സ്പൗസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഭർത്താവില്ലാതെ ജീവിക്കേണ്ട ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീടുകൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വയസ്സായി കിടക്കുന്ന ഒറ്റയ്ക്ക് ഇവരുടെ മക്കളെങ്കിലും രാജ്യത്തായിരിക്കും, എവിടെയെങ്കിലും ചെറുമക്കളെ ഇപ്പോൾ 5-6 വർഷം കൂടുമ്പോഴേക്കും വരുന്നത്. ഇവരെ സംരക്ഷിക്കാനുള്ള സാമൂഹ്യ പദ്ധതി കാര്യക്ഷമമായിട്ടില്ല. ഇത് മാത്രമല്ല, ഇവർ ഈ കിടക്കുന്നവരെ നോക്കുന്ന മുഴുവൻ എപ്പോഴും ആണുങ്ങൾ കാര്യം പറഞ്ഞവർ പുറത്തു പോകും. പെൺമക്കളും മരുമക്കൾ പെൺമക്കളും ചെറുമക്കളുമാണ് ഇവർ, അവരുടെ ജീവിതം മുഴുവൻ. അപ്പോൾ ഇത് ഇപ്പോഴേ കൃത്യമായിട്ട് സാമൂഹിക സംവിധാനങ്ങൾ കേരളത്തിൽ ഏർപ്പെടുത്തിയില്ലെങ്കിൽ 10-25 വർഷം കഴിയുമ്പോഴത്തെ കേരളത്തിൽ വലിയ തകർച്ച ഉണ്ടാവും. കാരണം ഇവർ മരിച്ചുപോട്ടെ വിചാരിക്കാൻ പറ്റില്ല, അവർക്ക്
ആരോഗ്യം കൊടുക്കണം, അവരെ സംരക്ഷിക്കണം. പക്ഷെ അതുവഴി ഉണ്ടാകുന്ന കുടുംബത്തിലും സമൂഹത്തിലും സർക്കാരിലും ഉണ്ടാകുന്ന ബൃഹത് ചെലവുകൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്പർ 1 അല്ല അക്കാര്യത്തിൽ. അത്തരം സുരക്ഷാ സംവിധാനം ഉണ്ട്. നമ്മൾ ഈ ആശുപത്രികളിലേക്ക് കൂടുതൽ പ്രായമായ ആളുകളെ കൊണ്ടുചെല്ലുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിയാത്ത ആളുകളെ പോലും അവർ കൂടുതൽ ചികിത്സ നൽകുന്നു, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഇട്ടുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്നതിൻ്റെ ചിലവ് എന്നുള്ള രീതിയിൽ കൂടുതൽ പൈസ ഈടാക്കുന്നു. 4-5 ദിവസം കഴിയുമ്പോൾ ഇതേ ആൾ തന്നെ മരിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് തെറ്റിദ്ധാരണയാണോ അതോ ആശുപത്രികൾ അങ്ങനെ ചെയ്യുന്നത്? ഇതിന് 2 വശമുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വന്തം സിസ്റ്ററിനെ വെന്റിലേറ്റർ എടുക്കണം, നമ്മൾ വെന്റിലേറ്റർ മാറ്റിയിട്ട് ഇവിടുന്ന് എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല. വളരെ ഗുരുതരാവസ്ഥയാണ്. അപ്പോൾ ഡോക്ടർ എന്നെ അമേരിക്കയ്ക്ക് വിളിച്ചിട്ടില്ല, അല്ലെങ്കിലും പറഞ്ഞ അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത്. വളരെ ദാരുണമായിട്ട് അന്ത്യമായിരുന്നു അവൾക്ക്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ വെന്റിലേറ്റർ എടുക്കാൻ സമ്മതിക്കില്ല. അച്ഛന് നമ്മളെല്ലാം ജോലി ചെയ്യുന്നത് നമുക്ക് താങ്ങാമായിരുന്നു. പക്ഷെ പലപ്പോഴും എന്നറിയാം, എനിക്കറിയാവുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകന് വേണ്ടിയിട്ട് വെന്റിലേറ്റർ എടുക്കാൻ അമ്മ സമ്മതിക്കില്ല. അമ്മ ഭർത്താവ് മരിച്ച ആളാണ്. അപ്പോൾ ഈ സഹോദരനാണ് എല്ലാം നോക്കുന്നത്. അപ്പോൾ മുഴുവൻ ചിലവ് ഇദ്ദേഹത്തെ, അപ്പോൾ ഇദ്ദേഹം പെൻഷൻ വാങ്ങിച്ചിട്ട് മകളെ കല്യാണം കഴിക്കാൻ വെച്ചത് പൈസ മുഴുവൻ വെന്റിലേറ്ററിൽ പോയി. എനിക്കറിയാം, നേരിട്ടറിയാം. അപ്പോൾ ഇത് 2 സൈഡാണ്. അപ്പോൾ രോഗിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ വെന്റിലേറ്റർ നടക്കാൻ സമ്മതിക്കില്ല. അല്ല വെന്റിലേറ്റർ കിടക്കട്ടെ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ അടുത്ത ബസ് കയറി പോവുകയും ചെയ്യും. മറ്റേ ആൾ പൈസ അയാളായിരിക്കും. ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ പറയില്ല. കാരണം അപ്പോൾ ഞാൻ എൻ്റെ ആത്മവഞ്ചനായി പോകും. ചില സ്വകാര്യ താല്പര്യങ്ങൾ കാരണം വെന്റിലേറ്റർ, പക്ഷേ മരിച്ചിട്ടും വെന്റിലേറ്റർ കിടത്തി എന്നൊക്കെ പറയുന്നതൊക്കെ ചിലപ്പോൾ വളരെ അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ സംഭവിച്ചു. അങ്ങനത്തെ പക്ഷേ അപൂർവം വ്യവസായ താല്പര്യങ്ങൾ ഇതിനകത്ത്. തീർച്ചയായിട്ടും പണ്ട് ഡോക്ടർമാരാണ് ആശുപത്രി നടത്തിയിരുന്നത്, അല്ലെങ്കിൽ നഴ്സുമാരാണ്. ഇപ്പോൾ ഒരുപാട് കച്ചവടക്കാർ വരുമ്പോഴത്തേക്കുണ്ടാകും. മുഴുവൻ അങ്ങനെയാണെന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ചില താല്പര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ഡയറക്റ്റ് തെളിവുകളൊന്നുമില്ല. പക്ഷേ മനുഷ്യർ സംശയിക്കുന്ന രീതിയിലേക്ക് ആരോഗ്യം എത്തിപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. ഐ ഓപ്പണറാണ്. കണ്ണ് തുറപ്പിക്കുന്ന, എല്ലാ വിഭാഗത്തിനെയും കണ്ണ് തുറപ്പിക്കുന്ന ഒട്ടേറെ നിലപാടുകൾ നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അവസാനമായിട്ട് അക്കാഡമിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ ആയുഷ് പദ്ധതി പ്രകാരം ഈ വ്യത്യസ്ത സ്കൂൾസ് ഓഫ് മെഡിസിൻ ഉണ്ടല്ലോ, അതിനെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണല്ലോ ഇത്. ലോകം മുഴുവൻ അങ്ങനെയാണെന്ന് പറയുന്നു കേന്ദ്രത്തിൻ്റെ ഒരു ക്ലെയിമിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ IMA ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അലോപ്പതി അല്ലാത്തതൊന്നും ശാസ്ത്രമല്ല, സയൻറ്റിഫിക് അല്ല എന്നാണ്. ഈ ലോകം മുഴുവൻ കാണുകയും ഇത്തരം ദീനരായ മനുഷ്യരോട് അനുതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു അലോപ്പതി ഡോക്ടർ, അതും നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അലോപ്പതി ഡോക്ടർ എന്ന നിലയിൽ അങ്ങനെയാണ് ഈ സമീപനത്തെ കാണുന്നത്. ഇതിനകത്ത് IMA നിലപാടും കുറച്ചൊരു തെറ്റിച്ചാണ് നമ്മൾ പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ IMA പറയുന്നത് വേറെ സിസ്റ്റംസ് പാടില്ല എന്നല്ല, ഇത് മിക്സ് ചെയ്തതെന്നാണ്. ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്നത് മോഡേൺ മെഡിസിനാണ്. അലോപ്പതി നമ്മൾ പറഞ്ഞ അലോപ്പതി ഒരു സാധനമില്ല, മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രമാണ്. അപ്പോൾ ഏറ്റവും പുതിയ ശാസ്ത്രമാണ്. ഇപ്പം നമ്മൾ പഴയ പ്ലെയിനുകളല്ല ഇപ്പോഴത്തെ പ്ലെയിനുകൾ, പ്രൊപ്പലറിന് പറയും ജെറ്റ്, ഇങ്ങനെ റിഫൈൻ ചെയ്ത് പുതിയ ഇപ്പോൾ 1000 km/h ഓടുന്ന വിമാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം സയൻസിൻ്റെ എല്ലാ വളർച്ച ഉൾക്കൊള്ളുന്നതാണ്. അതിൻ്റെ അർത്ഥം മറ്റെല്ലാം തള്ളിക്കളയണമെന്നല്ല. ഈ പരമ്പരാഗത ചികിത്സയും കാര്യങ്ങളും ഒക്കെ മനുഷ്യരുടെ കൾച്ചറുമായിട്ടൊക്കെ ലിങ്ക്ഡാണ്. അപ്പോൾ പക്ഷെ അവർ അതേ ചെയ്യാവുന്നുള്ളൊരു സാധനത്തിലാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഒരു ഇംഗ്ലീഷ് മരുന്ന് ജനം പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം മരുന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ എല്ലാ പാർശ്വഫലങ്ങളെല്ലാം ഞാൻ പഠിച്ചു. എനിക്ക് ഒരു മരുന്ന് എഴുതിയപ്പോഴും പേടിയാണ്. ഇത് പാർശ്വഫലങ്ങളും ഇതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാത്ത ആൾ എഴുതി കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ചെല്ലുകൊണ്ട് ഡോക്ടർ ഈ മരുന്ന് നല്ലതാണ്, ഇത് ഞാൻ ഞാനത് പഠിച്ചിട്ടില്ല, ഇതിൻ്റെ ഫലങ്ങൾ എനിക്ക് അങ്ങനെ. അപ്പോൾ അത് എനിക്ക് പോലെ എഴുതി ആരെങ്കിലും കുറ്റം പറയുമോ? ചില എല്ലാവർക്കും ഇഷ്ടമുള്ള ആയുർവേദ മരുന്ന് എനിക്കില്ല. അപ്പം ഈ മിക്സിങ്ങിനാണ് പറയുന്നത്. ഇനി നാളെ ഇത് ഒരു കാലത്ത് ഇപ്പോൾ ആയുർവേദവും MBBS എല്ലാം കൂടെ പഠിച്ച ചിലരൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ അവർ മൾട്ടിപ്പിൾ സിസ്റ്റംസ് അറിയുന്ന അപൂർവം പേരുണ്ട്, അവർക്കത് ചെയ്യാം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫാൻസി MBBS ആണെന്ന് പറയാനുള്ളൊരു താല്പര്യത്തിൻ്റെ വിഷയങ്ങളും അതും പിന്നെ ഞങ്ങളും ഡോക്ടറാണെന്ന് പറയുന്നു ഒക്കെ പറഞ്ഞിട്ട് ചേർന്നിട്ട് എല്ലാവരും എല്ലാ ചികിത്സയും നടത്തുന്ന അപകടമുണ്ട്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്ക് എന്നെ പഠിപ്പിക്കുന്നത് വിമാനം ഓടിക്കാനാണ്. നീ എന്നാ ഓട്ടോറിക്ഷകൾ ഓടിക്കാൻ എനിക്ക് ഓടിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ പൈലറ്റാണ്. നിങ്ങൾ പൈലറ്റില്ല, ആകാശത്ത് പറത്ത് നിൽക്കുന്ന ഞാൻ പഠിച്ചിട്ടില്ല. ഈ സാധനമുണ്ട്. അപ്പോൾ വ്യത്യസ്ത ചികിത്സാ സംവിധാനങ്ങളുടെ അപ്രോച്ചും ടൂൾസും ഡിഫറൻ്റാണ്. ഇതെല്ലാം കൂടെ ചേർന്നേ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് ന്യൂറോ സർജന്മാർ അവർ സ്ട്രോക്കൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് പക്ഷാഘാതം ഉണ്ടായി അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ആയുർവേദം ചെയ്തെന്നാണ് പറയുന്നത്. കാരണം അവൻ്റെ കൾച്ചറായിട്ട് ലിങ്ക്ഡാണ്, അവന് പരിചയക്കാരനായിരിക്കും. അപ്പോൾ അതാരും തടസ്സപ്പെടുത്തുകയില്ല. പലർക്കും ഒരുമിച്ച് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇത് ആയുർവേദം പഠിച്ചാൽ ഹോമിയോ പ്രാക്ടീസ്, ഹോമിയോ പഠിച്ചാൽ മോഡേൺ മെഡിസിൻ, അവിടെയാണ് തർക്കം വരുന്നത്. അത് പാടില്ലാത്തതാണ്. അത് IMA പറയുന്നത് ശരിയാണ്, പക്ഷേ IMA പലപ്പോഴും തിരിച്ചിരിക്കപ്പെടാറുണ്ട്. ഇത് മാത്രമേ ശരിയുള്ളൂ, മറ്റേ ശരിയല്ല എന്നില്ല. പിന്നെ ചില അക്കാഡമിക് ചില വിഷയങ്ങളുണ്ട്, അത് നമുക്ക് വേറെ അവസരം സംസാരിക്കാവുന്നതാണ്. അവസാനമായിട്ട് ഈ പുതിയൊരു പ്രവണത കൂടി, ഈ നമുക്ക് ആവശ്യത്തിലേറെ ഈ അവയർനെസ് വരുമ്പോൾ ഒരു കുഴപ്പം, ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമല്ലോ, അത് പഠിച്ചിട്ട് സ്വയം ട്രീറ്റ് ചെയ്യുകയും അവൻ ആർജിച്ച ആ വിവരം വെച്ചിട്ട് ഹോസ്പിറ്റൽസിൽ പലപ്പോഴും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഓപ്ര ചോദ്യം ചെയ്യുന്നതും ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഡോക്ടർമാരുടെ മുറയിൽ തകർക്കുന്നതും ഒക്കെയായ ഒരു സമ്പ്രദായവും കണ്ടുവരുന്നുണ്ട്. സാർ എങ്ങനെ അതിനെ? അതിന് ഡോക്ടർമാരുടെ സൈഡിൽ നിന്ന് ആദ്യം പറയാം, നമ്മൾ ജനങ്ങളുടെ വിരൽത്തുമ്പിലെല്ലാം ഇൻഫർമേഷനും ഉണ്ട്. 25 വർഷം മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർനെറ്റ് ആയിട്ടില്ല, അയാൾക്ക് ഉണ്ട്. അയാൾ വന്നു, അപ്പോൾ ഞാൻ സത്യമായി പഠിക്കുന്നതിന് തുല്യമായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ അറിവ്, മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് മെഡിസിൻ കാര്യങ്ങൾ അറിയുമെന്ന് വിചാരിക്കരുത്. അത് ശരി, അത് നമ്മൾ അത് ബഹുമാനത്തോടെ കാണുകയും വേണം. അത് നമ്മൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മളെക്കാൾ വിവരമുള്ള ധാരണ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല, അത് വേണം. മറുവശം എന്ന് പറയുന്നത് ഇത് നോക്കിയിട്ട് ചികിത്സിച്ച് കളയരുത്. ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു അവയവത്തിനകത്തിന് എന്തെല്ലാം ഘടകങ്ങളുണ്ടെന്ന്, ഒരു അവയവത്തിന് നമ്മൾ രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, ഇങ്ങനത്തെ ഒരുപാട്, ഇത് വളരെ കോംപ്ലക്സ് ആണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നതും. ഒരാൾക്ക് മരുന്ന് എഴുതുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റീറോയിഡ് മരുന്ന് എഴുതിയാൽ അത് പ്രമേഹ രോഗം ഉണ്ടാക്കാം. അപ്പോൾ പ്രമേഹ രോഗമുള്ള ആൾക്ക് സ്റ്റീറോയിഡ് മരുന്ന് എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും, അത്യാവശ്യമാണെങ്കിൽ വിടും. ഇങ്ങനത്തെ ഒരുപാട് ഇത് ചിലപ്പോൾ സ്റ്റീറോയിഡ് നല്ലത്, സ്റ്റീറോയിഡ് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ഡയബറ്റീസ് മുറിച്ചു, അത് നമ്മൾ അറിയുന്നുണ്ടാകും. ഇങ്ങനത്തെ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ സ്വയം ചികിത്സ അപകടമാണ്. നമ്മളിപ്പോൾ ഒരു തലവേദന വരുമ്പോൾ ഒരു പ്രാവശ്യം ഒരു പാരസെറ്റോൾ വഴി നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനെ പറ്റി അല്ല പറയുന്നത്. അത് അമേരിക്കയിൽ പിന്നെ ഓവർ ദി കൗണ്ടർ പനിയുടെ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ആൾ ചെയ്ത് കളയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിൽ സാർ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ് മരുന്നിൻ്റെ വിലയാണ്. നമ്മളെല്ലാ മേഖലയിലും ഒരു സമാന്തരമായ ഒരു കേരള മോഡ് ഓഫ് ഇടപാടുകളുണ്ട് എല്ലാത്തിലും. എല്ലാ റെയിൽ വരുന്നു, ഫോൺ വന്നു, എല്ലാ മേഖലയിലും. അതിനൊരു സ്വപ്നമെങ്കിലും ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആയുർവേദമായ മരുന്ന് നിർമ്മാണ രംഗത്താണ് ഔഷധി എന്ന് പറയുന്ന ഒരു കേന്ദ്രീകൃത സർക്കാർ സ്ഥാപനമുള്ളത്, പൊതു സ്ഥാപനമുള്ളത്. മോഡേൺ മെഡിസിൻ നിർമ്മാണശാല പോലെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ആരോഗ്യരംഗത്ത് എന്തുകൊണ്ടാണ് കേരളത്തിന് സ്വപ്നം കാണാൻ പറ്റാത്തത്? അതായത് ഒരു മിതമായ വിലക്ക്, വലിയ ടാക്സ് കമ്പനികൾക്കും വലിയ വില കമ്പനികൾക്കോ അമിതമായ ടാക്സ് ഈ രാജ്യാന്തര രംഗത്തോ രാജ്യത്തിനോ കൊടുക്കാതെ കേരളത്തിൻ്റെ മാത്രം ഒരു പരിമിതമായ ടാക്സ് വെച്ചിട്ട് മരുന്ന് വാങ്ങാവുന്ന ഒരു സമ്പ്രദായം. എനിക്ക് അതിനകത്ത് കൃത്യമായ ഇൻഫർമേഷൻ ഇല്ല, കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിലയെപ്പറ്റി പറയാൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ആയുർവേദം ഇനിയും പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിനകത്ത് ഇപ്പോൾ ക്യാൻസർ ചികിത്സിക്കുമ്പോൾ ആയുർവേദമാണോ RCC വേണമെന്ന തർക്കത്തിലേക്കെല്ലാം വരുന്നത്. പക്ഷേ ഈ ആയുർവേദം ഈ മനുഷ്യനായിട്ട് കൾച്ചറായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടുകയാണ്. ഇപ്പോൾ ആദ്യവൈദ്യശാസ്ത്രം, ഞാൻ മോഡേൺ മെഡിസിൻ ഡോക്ടർ ആയിരിക്കുമ്പോൾ തന്നെ പറയുകയാണ്, ആദ്യവൈദ്യശാസ്ത്രം മനുഷ്യൻ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് സ്കാൻ ചെയ്യും. അപ്പോൾ ഈ മനുഷ്യനെ ടച്ച് ചെയ്യുന്നതാണ് ആയുർവേദം, മനുഷ്യൻ ശരീരത്തിൽ തൊടുന്നതാണ്. ഞാൻ മസാജ് എടുക്കാറുണ്ട്, എനിക്കിഷ്ടമുള്ള തൈലങ്ങളൊക്കെ വെച്ച് അതിനകത്ത്. അത് ഞാൻ MBBS പഠിച്ചുകൊണ്ട് ആയുർവേദ മസാജ് എടുത്തുകൊണ്ട് ഞാൻ പറയില്ല, കാരണം ചരിത്രം ഉള്ളതാണ്, നമ്മുടെ കൾച്ചർ. എനിക്ക് ആ മണങ്ങൾ ഇഷ്ടമാണ്. ഇത് പ്രോത്സാഹിക്കപ്പെടും ഇന്ത്യക്കകത്തും പുറത്തും. ആയുർവേദം ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്, ആയുർവേദം അർഹിക്കുന്ന രീതിയിൽ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്ന് വഴി എഴുതുന്ന തടവുന്ന മനുഷ്യരാണ് തായ്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ. അങ്ങനെ പറയുന്ന ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ ആദ്യമായിരിക്കും. അല്ല, ആയുർവേദം ഞാൻ പറയില്ല, ഇപ്പോൾ നമുക്കൊരു ചികിത്സയുടെ കാര്യത്തിൽ ആയുർവേദമാണോ ഹോമിയോ ആണോ എന്നുള്ള അനാവശ്യ തർക്കത്തിലേയും കിടക്കുന്നില്ല. പക്ഷേ ആയുർവേദത്തിൻ്റെ സ്കോപ്പ് ഞാൻ പറഞ്ഞു, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ ആയുർവേദ മസാജ് എടുക്കുന്ന ആളാണ്. എനിക്ക് ആ തൈലങ്ങൾ, കുട്ടിയിലെ ശീലിച്ച തൈലങ്ങളാണ്, മണമാണ് ഇഷ്ടമാണ്, എൻ്റെ ചുറ്റുമുള്ളതാണ്. എനിക്ക് സ്വീഡിഷ് മസാജ് എനിക്ക് എടുത്തു, ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അമേരിക്ക താമസം, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടുന്നത് സ്വീഡിഷ് മസാജ് ഇഷ്ടപ്പെടുന്ന സായിപ്പ് കാണും. എൻ്റെ കൾച്ചറാണ്. അപ്പോൾ കൾച്ചറിൽ അപ്രോപ്രിയേറ്റ്. പിന്നെ ഇത് അന്വേഷിച്ച് വരുന്ന വിദേശികളുണ്ട്. ഇത് കാണിച്ചിട്ട് ഹെൽത്ത് ടൂറിസം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹെൽത്ത് ടൂറിസം തീരെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടില്ല കേരളത്തിൽ. ഞാൻ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. ഹെൽത്ത് ടൂറിസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നേ ഇല്ല. അത് അർഹിക്കുന്നില്ല. കുറേ സായിപ്പന്മാർ ഗൂഗിൾ ചെയ്ത് വരുന്നതല്ലാതെ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതല്ല. നമ്മുടെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സർക്കാർ ചെയ്യേണ്ടത് കേരളത്തിൽ എവിടെ ചെന്നാലും മൂത്രപ്പുര വേണ്ടേ? ഇതുപോലില്ലാത്തടത്ത് എങ്ങനെ ടൂറിസം വരും? വൃത്തിയായി സൂക്ഷിക്കുക, മൂത്രപ്പുരകൾ ആദ്യം വേണം, അവിടെ ടൂറിസം തുടങ്ങുന്നത്. മോഡേൺ മെഡിസിന്റെ ഒരു നിർമ്മാണ കമ്പനി കേരള ഗവൺമെന്റിന് ഉണ്ട്, KSTPയിലുണ്ട്. അതുപോലും മരവിച്ച് കിടക്കുക. ഞാൻ പറയാം, കേരളത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എത്രയോ വർഷം മുമ്പ് സ്ഥാപനം തുടങ്ങിയാണ്.
ഏത് അത് വർഷമാണ് സാർ അത് വല്ലാതെ വർഷം ഒരുപാട് വർഷങ്ങൾ എന്താണ് അത് മുടിഞ്ഞു പോകാൻ കാര്യം? എന്ന് പറയാം, അത് ഈ പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കുക, അതായത് ഗവൺമെന്റ് വ്യത്യാസത്തിലാണ് പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കാൻ അങ്ങനെ ആയ അവസരം അത് നിശ്ചലാവസ്ഥയിലെ അത് പുനരുജ്ജീവിപ്പിക്കേണ്ടതാണ്. ഏത് സർക്കാർ പുതിയതായിട്ട് വന്നാലും പുനരുജ്ജീവിപ്പിക്കേണ്ടതാണ്. നമുക്ക് ആവശ്യമുള്ള മരുന്ന് ഉണ്ടാക്കാൻ സാങ്കേതികം നമുക്കുണ്ട്, അത്യാവശ്യം മാത്രം പുറത്തു വരുത്തിയാൽ അല്ലെങ്കിൽ അത് വിപുലീകരിച്ചാൽ മതി. ആയുർവേദത്തിന് എനിക്കറിയാത്തതുകൊണ്ടാണ്, എൻ്റെ ഒരു ആ മേഖല എനിക്കറിയാത്തതുകൊണ്ട് പറയാത്ത. ഇതിനകത്ത് യാഥാർത്ഥ്യമാണ്, അത് ഗവൺമെന്റ് താല്പര്യമാണ്, പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട് മുടങ്ങി കിടക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ ആരോഗ്യം നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുമ്പോഴും അതിൻ്റെ റിയാലിറ്റി, അതിൻ്റെ വെല്ലുവിളികൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ് സാർ സംസാരിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പരിമിതികളുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഈ ആരോഗ്യ മേഖലയും മുന്നേറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നമ്മുടെ എല്ലാവരും ആരോഗ്യത്തിന് ആവശ്യമാണ്. ഞാൻ വഴക്കെടുപ്പ് പലരും പറയും സർക്കാരിനെ കുറിച്ച്, ഞാനങ്ങനെ ഞാൻ പറയും ഈ നാട്ടിലെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടാൽ എനിക്കും ആയുസ് കൂടുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ സാർ.